ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പഴുത്ത മാങ്ങ വെച്ചിട്ടൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അപ്പം അതിനാവശ്യം ഒരു വലിയ മാങ്ങയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ സൈസിലുള്ള ഒരു മാങ്ങയാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര വേണം. 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തത്. അതൊന്ന് 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കണം. നിങ്ങളടുത്ത് ബസ്മതി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പച്ചരി എടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പച്ചരി എടുക്കാം. പിന്നെ കുറച്ച് വാനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 2-3 ഡ്രോപ്പ് ഒഴിക്കാം. ഇനി ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഈ മാങ്ങയൊന്ന് ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതാ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മാങ്ങേൻ്റെ പൾപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര എടുത്തതിൽ നിന്ന് അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ പഞ്ചസാരയിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവണം കേട്ടോ. അതായത് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സമയത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കുറച്ച് പാലും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഫൈനായിട്ട് അരയണമെന്നില്ല, ഒരു റവ പരുവം പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതാ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാല് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നിന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നമ്മൾ ബസ്മതി റൈസ് അരച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർക്കാം. വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അരി വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നന്നായിട്ട് വെന്തതിന് ശേഷം പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ്, അധികം ആവണ്ട, കുറച്ച് തന്നെ മതി, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും അരിയും ചേർത്ത് വേവിച്ചതും മാംഗോ പൾപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂട് തണിയാതെ ഒരിക്കലും മിക്സ് ചെയ്യരുത്. അപ്പം ഇത് രണ്ടും ഇവിടെ തണുത്ത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. ഇനി ഇത് ഒരു ഗ്ലാസ് കപ്പിലേക്ക് ഞാൻ 1/4 ഭാഗത്തോളം ബസ്മതി റൈസ് വേവിച്ചത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് മാംഗോ പൾപ്പ് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നട്ട്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്